ഒരു രാജകുമാരൻ. അവന്റെ കയ്യിൽ അധികാരം, അവന്റെ ചുറ്റും അനുസരിക്കുന്നയാളുകൾ. പക്ഷേ ആ അധികാരം ജനങ്ങളെ രക്ഷിക്കാനല്ല, അവരെ വേട്ടയാടാൻ ഉപയോഗിച്ചാൽ. ഒരു രാജകുമാരൻ രാത്രിയിൽ മറഞ്ഞു പുറത്തേക്കിറങ്ങി നിരപരാധികളായ ആളുകളെ വേട്ടയാടുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്താൽ. ഇതൊരു കഥയല്ല, ഇതൊരു പൗരാണിക കെട്ടുകഥയുമല്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു യഥാർത്ഥ സംഭവമാണ് ഇത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചൈനയിലെ വെസ്റ്റേൺ ഹാൻ ഡൈനാസ്റ്റി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഭീകര രാജകുമാരന്റെ കഥയാണ്. അവന്റെ പേര് ല്യൂ പെൻലി, ചരിത്രത്തിലെ ആദ്യ സീരിയൽ കില്ലർ എന്ന് പറയപ്പെടുന്ന ഒരാൾ. ഇവന്റെ കഥ കേട്ടാൽ രാജകുമാരൻ എന്ന വാക്കിനോട് തന്നെ നിങ്ങൾക്ക് ഭയം തോന്നും. ചൈന ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സംസ്കാരം. ആ സംസ്കാരത്തിലെ ഒരു ശക്തമായ കാലഘട്ടമാണ് വെസ്റ്റേൺ ഹാൻ ഡൈനാസ്റ്റി. ഈ കാലത്ത് രാജാക്കന്മാരും രാജകുമാരന്മാരും വലിയ അധികാരം കൈവശം വച്ചിരുന്നു. അവരിലൊരാളായിരുന്നു ലിയു വു, ശക്തനും സ്വാധീനവാനുമായ ഒരു രാജകുമാരൻ. അവന്റെ മകനായിരുന്നു ലിയു പെങ്ലി. പിറന്നത് രാജകീയ കുടുംബത്തിൽ, അധികാരവും സമ്പത്തുമെല്ലാം കൈവശം. പക്ഷേ അവന്റെ മനസ്സിൽ വളർന്നത് ഒരു ഇരുണ്ട സ്വഭാവമായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ലിയു പെങ്ലി വ്യത്യസ്തനായിരുന്നു. മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ അവൻ വേറൊരു ലോകത്തിലായിരുന്നു. അവനിഷ്ടമായത് അധികാരം, നിയന്ത്രണം. പക്ഷേ അതിനൊപ്പം ഒരു അപകടകരമായ കാര്യവും വളരുന്നുണ്ടായിരുന്നു. അത് ക്രൂരത. ആദ്യം ചെറിയ കാര്യങ്ങൾ, പിന്നീട് വലിയതിലേക്ക്. അവൻ പതിയെ മാറി ഒരു ഭയാനക മനുഷ്യനായി. കാലം കഴിഞ്ഞപ്പോൾ ലിയു പെങ്ലി ഒരു പ്രദേശത്തിന്റെ രാജകുമാരനായി. ഇപ്പോൾ അവന് അധികാരം മുഴുവനായി ലഭിച്ചു. പക്ഷേ അവൻ ചെയ്തതെന്തായിരുന്നു? രാത്രിയായാൽ അവൻ ഒറ്റയ്ക്കല്ല, അവൻ കൂട്ടത്തോടെ പുറത്തേക്ക് പോകും. അവന്റെ കൂട്ടുകാർ, കയ്യിൽ ആയുധങ്ങൾ. അവരുടെ ലക്ഷ്യം നിരപരാധികൾ. അവർ വഴിയിലൂടെ പോകുന്ന ആളുകളെ പിടിക്കും, വേട്ടയാടും, അവരെ കൊല്ലും. ചിലപ്പോൾ പണം വേണ്ടി, പക്ഷേ പലപ്പോഴും വിനോദത്തിനു വേണ്ടി മാത്രം. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇത് പതിവായി മാറി. ജനങ്ങൾ ഭയന്ന് ജീവിക്കാൻ തുടങ്ങി. രാത്രി വന്നാൽ ആരും പുറത്തേക്കു പോകില്ല. എന്തെന്നാൽ എപ്പോൾ ലിയു പെങ്ലി എത്തുമെന്ന് ആരും അറിയില്ല. ചരിത്രരേഖകൾ പ്രകാരം അവൻ 100-ലധികം ആളുകളെ കൊന്നിട്ടുണ്ട്. ഒരു രാജകുമാരൻ സ്വന്തം ജനങ്ങളെ തന്നെ വേട്ടയാടുന്ന അവസ്ഥ. ഇത് ഒരു ഭയാനക സത്യമായിരുന്നു. ഇത്രയും സംഭവങ്ങൾ നടന്നപ്പോൾ ഒടുവിൽ ജനങ്ങളുടെ പരാതികൾ രാജധാനിയിലേക്കെത്തി. അന്ന് ജനങ്ങളുടെ പരാതികൾ കേട്ടത് എംപറർ ജിങ് ഓഫ് ഹാൻ, ഒരു വളരെ നല്ല ചക്രവർത്തി. ഒരു രാജകുമാരൻ ഇങ്ങനെ പെരുമാറുന്നുവെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അതിശയിച്ചു. സാധാരണ ഒരാളായിരുന്നെങ്കിൽ ശിക്ഷ ഒരുപക്ഷെ മരണമായേനെ. പക്ഷേ ലിയു പെങ്ലി ഒരു രാജകുമാരനായിരുന്നു. അതിനാൽ അവനെ വധിച്ചില്ല. പകരം അവന്റെ പദവി എടുത്തുകളഞ്ഞു. അവനെ രാജ്യം വിട്ട് നാടുകടത്തി. അവന്റെ കൂട്ടുകാർ വധിക്കപ്പെട്ടു. ഇതു നീതിയായിരുന്നു, അല്ലെങ്കിൽ അധികാരത്തിന്റെ അനീതി? ഒരു രാജകുമാരൻ, ജനങ്ങളെ സംരക്ഷിക്കേണ്ടവൻ. പക്ഷേ അവൻ തന്നെ അവന്റെ പ്രജകൾക്ക് ഭീഷണിയായി മാറി. ലിയു പെങ്ലിയുടെ കഥ നമുക്കൊരു പാഠമാണ്. അധികാരം തെറ്റായ കൈയിലെത്തിയാൽ അതിന്റെ ഫലം എത്ര ഭീകരമാകുമെന്ന്. ഇന്ന് അവനൊരു ചരിത്രരേഖ മാത്രമാണ്, പക്ഷേ അവന്റെ കഥ ഇന്നും നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള ചരിത്ര രഹസ്യങ്ങളും ഭയാനക കഥകളും കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.